ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതിൻ്റെ പേരിൽ അവരുടെ പരിശീലകനായ രാഹുൽ ദ്രാവിഡിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല ടീമിനകത്ത് പല പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു. 3 വിഭാഗങ്ങളായിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസ് ചേരി തിരിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ക്രിക്ക് ബസ് പുറത്തുവിട്ടിരുന്നു. ഏതായാലും രാഹുൽ ദ്രാവിഡിന് രാജസ്ഥാൻ റോയൽസിലെ പരിശീലക സ്ഥാനം നഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ടെലിഗ്രാഫ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസ് വിട്ടതിന് പിന്നാലെ പല ഫ്രാഞ്ചൈസികളും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പലർക്കും താല്പര്യമുള്ള ഒരു പരിശീലകനാണ് ദ്രാവിഡ്. ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള 2 ഫ്രാഞ്ചൈസികൾ അത് LSGയും അതുപോലെ തന്നെ KKRുമാണ്. എന്നാൽ ഈ 2 ടീമുകളും പരിശീലകനുമായി ചർച്ചകൾ ഒന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഈ മാസത്തിന്റെ 3-ാമത്തെ ആഴ്ചയിലോ 4-ാമത്തെ ആഴ്ചയിലോ ചർച്ചകൾ തുടങ്ങിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൊൽക്കത്തയ്ക്ക് വലിയ താല്പര്യമുള്ള പരിശീലകനാണ് രാഹുൽ ദ്രാവിഡ്. അവർ വളരെ സീരിയസ് ആയിക്കൊണ്ട് തന്നെ ഈ പരിശീലകനെ പരിഗണിക്കുന്നുണ്ട്. കൊൽക്കത്തയുടെ ഡയറക്ടർമാരിൽ ഒരാളായ വെങ്കി മൈസൂർ നിലവിൽ വെസ്റ്റ് ഇൻഡീസിലാണ് ഉള്ളത്. അദ്ദേഹം മുംബൈയിൽ മടങ്ങിയെത്തിയതിനു ശേഷം നീക്കങ്ങളിൽ പുരോഗതി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മൾട്ടി ഇയർ ഡീൽ ഈ പരിശീലകന് നൽകാനാണ് ഇപ്പോൾ കൊൽക്കത്ത ഉദ്ദേശിക്കുന്നത്. ഏതായാലും ദ്രാവിഡ് വരുന്ന IPLലും ഒരു പരിശീലക സ്ഥാനത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം പല ഫ്രാഞ്ചൈസികൾക്കും അദ്ദേഹത്തിൽ ഇപ്പോൾ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അതേസമയം രാജസ്ഥാൻ റോയൽസ് വിടേണ്ടി വന്നു എന്നുള്ളത് ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.